ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കൈപ്പയ്ക്കയാണ് ഇന്നത്തെ താരം. എന്താണ് കൈപ്പയ്ക്ക കൊണ്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന റെസിപ്പിയായ കാരണം നമ്മുടെ വീഡിയോയുടെ ലെങ്ത്തും ചെറുതാണ്. കൈപ്പയ്ക്കയാണ് ഇന്നത്തെ താരം. കൈപ്പയ്ക്ക കഴിക്കുന്നത് ഡയബറ്റിക് പേഷ്യൻസിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കാനും ക്യാൻസറിനെ റെഡ്യൂസ് ചെയ്യാനും കഴിയും. ആദ്യം തന്നെ കൈപ്പയ്ക്കയുടെ കയ്പ്പ് കളയാനായിട്ട് ഉപ്പിട്ട് തിരുമ്മി വെക്കുക കുറച്ച് നേരം. അപ്പോൾ കയ്പ്പൊക്കെ പോയി കിട്ടും. കറി തയ്യാറാക്കാൻ പകുതി കഷ്ണം വലിയ ഉള്ളി, പകുതി കഷ്ണം തക്കാളി, 2 പച്ചമുളക്, കുഞ്ഞി കഷ്ണം ഇഞ്ചി ചതച്ചത്, ചെറിയ 2 കഷ്ണം കൊടംപുളി, കറി ലീവ്സ്. സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാത്രം വെച്ച് അതിലേക്ക് എടുത്തു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കാം. എല്ലാതും ഒരുമിച്ചാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ നല്ല കളറും കറി നല്ല തിക്കും ആയിരിക്കും, കാണാനും നല്ല ഭംഗിയായിരിക്കും. ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. എരിവൊക്കെ ഉള്ളതാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ കറി ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം. കൈപ്പയ്ക്കയുടെ കയ്പൊന്നും അറിയുന്നില്ല ഈ കറി കഴിക്കുമ്പോൾ. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ഥിരം ആഴ്ചയിൽ ഇത് വെച്ചുകൊണ്ടേ ഇരിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. നിങ്ങൾ ഫ്രിഡ്ജിലൊന്നും എടുത്ത് വയ്ക്കേണ്ട കാര്യമില്ല. പിറ്റേ ദിവസവും നമുക്കിത് എടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കേണ്ടതുള്ളൂ. ഇതിനി വറ്റി വരണം. ആ വറ്റി വരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. തിളച്ച് വരുന്നുണ്ട്. നല്ല പോലെ തിളച്ച് അത് വറ്റി വരണം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം വറ്റി വന്നിട്ടുണ്ട്, കുറുകിയിട്ടുമുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ആ പച്ച വെളിച്ചെണ്ണയും കൂടി വരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി കറിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്